ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്നേക്ക് നമ്മുടെ ചാനലിൽ 5000, അതായത് 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് ആയത്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാകും എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാം നിങ്ങളുടെ കമൻസും എല്ലാം ഞാൻ വായിക്കാറുണ്ട്, എല്ലാത്തിനും മറുപടിയും തരാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും കമൻസിന് മറുപടി തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ തുടർന്നും ഇനി നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണം. നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, പലരും നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിൽ വന്നുമ്പോൾ ചോദിക്കാറുണ്ട്, വീഡിയോസ് കണ്ടിട്ട്, അതായത് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് തയ്യൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള മറുപടി എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് പറ്റും. പണ്ട് ഞാനൊക്കെ തയ്ക്കാൻ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന കാലത്ത് ഞാൻ സ്റ്റിച്ചിങ്ങിന് പോയത് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ്. അന്നേരമൊക്കെ നമുക്ക് 2 മാസമൊക്കെ ലീവ് കിട്ടുമല്ലോ, അന്നേരമാണ് സ്റ്റിച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഇതുപോലുള്ള മൊബൈലോ കാര്യങ്ങളോ ചാനൽസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കാൻ പോകുന്നത് ഏതെങ്കിലുമൊക്കെ സെൻറ്ററുകൾ കാണും, അന്നൊക്കെ തയ്യൽ പഠിപ്പിക്കുന്ന സെൻറ്ററുകൾ കാണും. അപ്പോൾ അങ്ങനെ ഒരു കോൺവെൻറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് പോയിട്ട് തയ്ക്കാനായിട്ട് പഠിച്ചത്. അപ്പോൾ അവിടെ ഇങ്ങനെ നോട്ട്സൊക്കെ നമുക്ക് എഴുതി തരും. അതുപോലെ തന്നെ ആദ്യം നമ്മളെ വെട്ടിക്കുന്നത് പേപ്പറിലാണ് വെട്ടി കാണിച്ചിട്ടുണ്ട്. നോട്ട്സ് എല്ലാം എഴുതിയെടുത്തതിന് ശേഷം നമ്മൾ പേപ്പറിൽ വെട്ടും. അതിന് ശേഷം മാത്രമാണ് അത് കറക്റ്റായെങ്കിൽ മാത്രമാണ് അവർ തുണിയിലേക്ക് വെട്ടിക്കുകയുള്ളൂ. തുണിയിലേക്ക് വെട്ടിച്ചതിന് ശേഷം പറഞ്ഞു തരും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ചെല്ലുമ്പോൾ കാണിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 മാസത്തോളമാണ് ആകെ പോയുള്ളൂ. കാരണം എനിക്ക് ഈ ചവിട്ടാൻ പോലും അറിയില്ലായിരുന്നു. 1 മാസം എടുത്തു ശരിക്കും ചവിട്ടാനൊക്കെ പഠിക്കാനായിട്ട്, മെഷീൻ ചവിട്ടാൻ. പിന്നീട് അവിടെ നിന്ന് പോരുമ്പോഴേക്കും ഞാൻ ഏകദേശം ഒരു സ്കേർട്ട്, ഫുൾ സ്കേർട്ടില്ലേ, അമ്പർലയല്ല, നമ്മുടെ പട്ടുപാവാടയില്ലേ, ആ പട്ടുപാവാട വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഓരോ കോഴ്സ് കഴിയുമ്പോഴും ഇതുപോലെ നമ്മൾ ഇതിനോടിങ്ങനെ ഒരു തരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓരോ കോഴ്സ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ ഓരോ സെൻറ്ററുകളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിന് പഠിക്കാനായിട്ടൊരു സ്ഥലം തന്നെ അവിടെ ഇല്ല. അത് ഇങ്ങനെ ഈ പലയിടത്ത് പോയി പഠിക്കണം എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് തന്നെ ഒരു തോന്നലുണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത്ര പെർഫെക്ഷൻ ആവുന്നില്ല എന്നുള്ളത്. പക്ഷെ അത് തയ്ച്ച് ആവുള്ളൂ എന്നുള്ള കാര്യമൊന്നും അന്നറിയില്ല, അന്ന് ചെറുതാണല്ലോ. അപ്പോൾ ഇപ്പോഴാണ് ആ ഒരു ബോധമൊക്കെ ഉണ്ടായത്. ശരിക്കും നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്കതിൽ നല്ലൊരു പെർഫെക്ഷൻ വരുള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ അന്ന് ആ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതല്ലാതെ പിന്നീട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നീട് എല്ലാം തന്നെ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ചാനൽസ് ഉണ്ട്. നമ്മുടെ ഒപ്പം സ്റ്റിച്ചിങ്, അതുപോലെ ആൻറ്റി ക്രിയേഷൻസ്, മാളൂസ് ടൈലറിങ് ക്ലാസ് ഇൻ ഷാർജ, അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചിങ് ചാനൽസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ എന്ത് വേണമെങ്കിലും നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കതിൽ കിട്ടും. നല്ല ഡീറ്റെയിൽഡായിട്ട്, ഒപ്പം സ്റ്റിച്ചിങ്ങിലൊക്കെ നല്ല ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്ന ക്ലാസ്സുകളാണ്. ശരിക്കും ഒരു എന്താ പറയുക, ടീച്ചർ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ക്ലാസ്സുകൾ അതിൻ്റെ അകത്ത് അവൈലബിളാണ്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് അതിനോടുള്ള താല്പര്യമാണ്, ഇഷ്ടം വേണം. വേറൊരാൾ നിർബന്ധിച്ച് നമ്മൾ പഠിക്കാനായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കില്ല. നമുക്ക് അതിനോട് ഒരുപാട് താല്പര്യം വേണം. നമുക്കിപ്പോൾ ചുരിദാർ തയ്ച്ചിടണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സായാലും തയ്ക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കും. അതിനിപ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴെ പോയി പഠിക്കണമെന്ന് ഇതുമില്ല. നമുക്ക് യൂട്യൂബ് നോക്കി തന്നെ പഠിക്കാം. അപ്പോൾ യൂട്യൂബ് നോക്കി പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക്
നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് പോവാതെ പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ പോവാതെ നമ്മൾ ആ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിലെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ആ പേപ്പറിലൊരു പാറ്റേൺ പോലെ വെട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു എന്താണ് നമ്മൾ ഒരു നല്ല തുണിയിലേക്ക് വെട്ടുന്നതിന് മുമ്പ് ഒരു പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടും. അപ്പോൾ പിന്നീടത് നമ്മൾ തുണിയിലേക്ക് വെട്ടിക്കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം കൊണ്ടുവന്ന തുണിയിലേക്ക് വെട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു പേപ്പർ പാറ്റേൺ വെട്ടി വയ്ക്കുക. ഏതിൻ്റെ ആയാലും പേപ്പർ പാറ്റേൺ വെട്ടി വെച്ചതിന് ശേഷം അത് വെച്ചിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതിലെന്തെങ്കിലും കറക്ഷൻസ് വരുത്തണമെങ്കിൽ വരുത്തിയതിന് ശേഷം അത് തുണിയിലേക്ക് വെട്ടുക. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ പഴയ തുണി തയ്ച്ച് കൂടുതലും പഠിക്കാതിരിക്കുക. അത്യാവശ്യം നമുക്ക് മെഷീൻ ചവിട്ടാനും സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു പുതിയ തുണി തന്നെ മേടിക്കുക. നമുക്കിഷ്ടം പോലെ നൈറ്റി മെറ്റീരിയലും ഒക്കെ ഇപ്പോൾ ധാരാളം വില കുറവിൽ ലഭിക്കുന്നുണ്ട്. നൈറ്റി മെറ്റീരിയൽ ഹോൾസെയിൽ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമ്മൾ പഴയ തുണി തയ്ക്കുമ്പോൾ ഉള്ള നമ്മുടെ ഒരു മെൻറ്റാലിറ്റിയാണ്, നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ചിന്താഗതിയാണ് ആ പഴയതല്ലേ പോയാൽ പോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ നമ്മളൊരു കുറച്ച് ലേസി ആവും. അതിപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രസ്സ് തയ്ക്കുമ്പോഴായാലും നാട്ടുകാർക്ക് തയ്ച്ച് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് തയ്ക്കുമ്പോൾ ഒരു ഒറ്റ സ്റ്റിച്ചിൽ നമ്മളതങ്ങ് നിർത്തും. പക്ഷേ വേറെ ഒരാൾക്ക് തയ്ച്ച് കൊടുക്കുമ്പോൾ നമ്മൾ 2ഉം 3ഉം തവണ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയല്ലേ, പോയാലും കുഴപ്പമില്ല, വേണമെങ്കിൽ പിന്നെ തയ്ക്കാമല്ലോ എന്നുള്ള രീതിയാണ്. അപ്പോൾ അങ്ങനെ പഴയ തുണി തയ്ക്കുകയാണെങ്കിൽ തന്നെ, അപ്പോൾ നിങ്ങൾക്ക് പുതിയ തുണി മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല തീരെ ചീത്ത തുണി എടുക്കാതെ അത്യാവശ്യം നല്ല തുണി എടുക്കുക. അതൊന്ന് നന്നായിട്ട് സ്റ്റാർച്ച് ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുക, നല്ലോണം തേച്ചെടുക്കുക. അപ്പോൾ അതിൽ ചുളിവുകളൊക്കെ മാറും. ആ ചുളിവുകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഒരു പെർഫെക്ഷൻ അതിൻ്റെ അകത്ത് വരില്ല. അപ്പോൾ തീരെ നമുക്ക് മേടിക്കാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ പഴയ തുണി നല്ല വാഷ് ചെയ്ത് ഒന്ന് സ്റ്റാർച്ച് മുക്കി അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. അങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന തുണിയിൽ തയ്ച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് വരും. പിന്നെ തയ്ക്കുമ്പോൾ നമുക്കത് ഉപകാരപ്രദമാകുന്ന രീതിയിലും കൂടെ തയ്ച്ചെടുക്കണം. പള്ളയെ കളയാനായിട്ട് തയ്ക്കരുത്. അപ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്നതാണോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് തയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റും. 100ൽ ഒരു 90% ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. ബാക്കി 10% മാത്രമേ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏത് മോഡലും ഏത് രീതികൾ വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ അവൈലബിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിനുള്ള മനസ്സും ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും തയ്യൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്കും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.